ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ സിപിഎം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. പിണറായിക്കും എം.വി. ഗോവിന്ദനും കെ രാഗേഷിനുമെതിരെയാണ് വിമർശനം. മൈക്ക് വിഷയം, വീട്ടിൽ പോയി ചോദിക്കുക തുടങ്ങിയ ഭാഷാ പ്രയോഗങ്ങൾ തിരിച്ചടിയുണ്ടാക്കിയെന്ന് ഡിവൈഎഫ്ഐ. 46-ാം വയസ്സിലും റഹീം ഡിവൈഎഫ്ഐയിൽ തുടരുന്നുവെന്നും വിമർശനമുണ്ട്. കോട്ടയത്ത് നിന്നും ഷിനോജ് എസ്.ടി കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ഷിനോജ്, തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ ഈ ഭാഷാ പ്രയോഗം പലപ്പോഴും വലിയൊരു ചർച്ചയായിട്ടുണ്ട്. തിരിച്ചടിയായി എന്ന രീതിയിലൊക്കെ ചർച്ചയായതാണ്. ഇതിപ്പോൾ കണ്ണൂർ വിഷയവും ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നുണ്ട്. കണ്ണൂരിൽ കെ രാഗേഷിന് വിമർശനമുണ്ട്. ഒപ്പം റഹീം 46 വയസ്സായിട്ടും ഡിവൈഎഫ്ഐയിൽ തുടരുന്നു എന്നൊരു പരിഹാസവുമുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ. സന്ധ്യ, അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് നേതൃത്വത്തിനെതിരെ കോട്ടയം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പിണറായി വിജയനും എം.വി. ഗോവിന്ദനും കെ രാഗേഷിനുമെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം ഈ 3 നേതാക്കളുമാണ് എന്നതാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. പിണറായി വിജയന്റെ ധാർഷ്ട്യം അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടിയായി. ഏതെങ്കിലും തരത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മൈക്കിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാട് ഉണ്ടായാൽ അതിനെ മൈക്ക് ഓപ്പറേറ്ററോട് പ്രതികരിക്കുന്ന രീതി അതെല്ലാം തന്നെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കി. വീട്ടിൽ പോയി ചോദിക്കുക എന്ന പത്തനംതിട്ടയിലെ പ്രസംഗം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനും LDF-നും വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നതാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ആരോപണമായി ഉയരുന്നത്. എം.വി. ഗോവിന്ദൻ സംസാര രീതിയും ഒരു കാരണവശാലും ശരിയല്ല. ഭാഷാ പ്രയോഗം മാത്രമല്ല, ആളുകൾ മനസ്സിലാക്കുന്ന ഒരു ഭാഷയിലല്ല സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കണ്ണൂർ വിഷയം, പ്രത്യേകിച്ച് പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉൾപ്പെടെ ഇത്തരത്തിൽ പാർട്ടി കോട്ടകളിൽ ഉൾപ്പെടെ വോട്ടുകൾ ചോരുന്നതിന് പ്രധാനപ്പെട്ട കാരണം അത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷിന്റെയും എം.വി. ഗോവിന്ദന്റെയും പ്രവർത്തനമാണ്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ, അത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കെ രാഗേഷ് പൂർണ്ണ പരാജയമാണ് എന്നൊരു വിലയിരുത്തൽ കൂടി ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരുന്നുണ്ട്. തളിപ്പറമ്പിലെ പൂർണ്ണമായ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം അത് എം.വി. ഗോവിന്ദനാണ് എന്ന് കൂടി ഇത്തരത്തിൽ ഈ സമ്മേളനത്തിൽ ഉയർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് റഹീമിനെതിരെയുള്ള വിമർശനമാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന റഹീം തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൂടി വഹിക്കുന്നത് തീർത്തും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. 46 വയസ്സിലും ഡിവൈഎഫ്ഐയിൽ റഹീം തുടരുന്നു എന്നൊരു പരിഹാസം കൂടി ഇത്തരത്തിൽ സമ്മേളനത്തിൽ ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, 35 വയസ്സാകുന്ന മേഖലാ ഭാരവാഹികളെ മാറ്റാൻ തിടുക്കം കാണിക്കുന്ന അതേ നേതൃത്വത്തിലുമാണ് ഇത്തരത്തിൽ 46 വയസ്സിലും റഹീം തുടരുന്നത് എന്നതൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ട്. രാജ്യത്താകമാനം പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് ഈ തരത്തിൽ തിരുവനന്തപുരം മാത്രമായി ഒതുങ്ങിപ്പോകുന്നത് സംഘടനയുടെ ചലനം ഇല്ലാതാക്കുന്ന കാര്യമാണെന്ന് കൂടി ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ വിമർശനമായി ഉയർന്നിട്ടുണ്ട്.